പാപ സ്വഭാവം ഉള്ളതുകൊണ്ട് നമ്മൾ മദ്യപിക്കുന്നു. പ്രിയപ്പെട്ടവരെ, മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കത്തില്ല. വിഗ്രഹാരാധികൾ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. ദുർമാർഗികൾ ദൈവരാജ്യം അവകാശമാക്കത്തില്ല. അതേ, ഭാര്യയെ തല്ലുന്നവരും ഭർത്താവിന് കീഴടങ്ങാത്ത ഒരുത്തിക്കും എന്താണ് സ്വർഗരാജ്യം അവകാശമാക്കുവാൻ കഴിയത്തില്ല. അമ്മയപ്പന്മാരെ ബഹുമാനിക്കാത്തവർക്ക് പ്രിയപ്പെട്ടവരെ ഇതൊക്കെ ചെയ്തിട്ടും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ അതാത് മതത്തിന്റെ പുരോഹിതന്മാര് വന്ന് ധൂവപ്രാർത്ഥനകളും പ്രാർത്ഥനകളും ചെയ്യും. വിശേഷാൽ പ്രിയപ്പെട്ടവരെ, പെന്തക്കോസ്ത് അനുഭവം പോലും പരാജയപ്പെട്ട് കിടക്കുന്നത് എന്താണെന്നറിയാമോ? ഏത് പാപത്തിലെ വിശ്വാസത്തിൽ വന്നിട്ട് ദൈവത്തെ തള്ളിക്കളഞ്ഞ് മദ്യപാനത്തിൽ കടന്നോ, ദൈവത്തെ വിട്ടുകളഞ്ഞ് അന്യാരാധന ചെയ്തുകൊണ്ടോ പാപം ചെയ്ത് മരിച്ചു പോകുന്ന ഒരു പെന്തക്കോസ്തുകാരന് വേണ്ടി അവന്റെ പാസ്റ്റോ അവന്റെ സമൂഹം പറയും ഇവൻ സ്വർഗത്തിൽ പോകുമെന്ന് ഒരു നാളുമില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മാനസാന്തരവും സ്നാനവും ആവശ്യമാണ്. അതിനുശേഷം നീതിയോടുള്ള ജീവിതം ആവശ്യമാണ് പ്രിയപ്പെട്ടവരെ. ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ ഇഷ്ടങ്ങളൊക്കെ ചെയ്ത് കർത്താവിന്റെ വിശുദ്ധിയിൽ നമ്മൾ ജീവിക്കുന്നെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ പോകും. അല്ലാത്ത ഒരു വ്യക്തിയും പ്രിയപ്പെട്ടവരെ പോകത്തില്ല. നമ്മൾ ലജ്ജിച്ചു പോകും. അതുകൊണ്ട് നോക്കിനെ ആ ക്രൂസിലേക്ക് നോക്കുവിന് നമ്മുടെ പാപങ്ങളെ ചുമന്ന് അവൻ മരിക്കേണ്ടി വന്നു. അതേ, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം അവൻ യാഗമാക്കപ്പെട്ടു. നമ്മുടെ അതിക്രമ നിമിത്തം അവൻ ദണ്ഡനമേൽക്കേണ്ടി വന്നു. അങ്ങനെ നമ്മളെ ഓരോരുത്തർക്കും സ്നേഹം തന്നുകൊണ്ട് നമ്മുടെ അതിക്രമ നിമിത്തം അടിയേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം ദണ്ഡനമേറ്റും കൊണ്ട് 2000 വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയുടെ മധ്യഭാഗമായിരിക്കുന്ന യെരുശലേമിലെ ആ ഗോൽഗോഥ മലമുകളില് ആകാശത്തിനും ഭൂമിക്കും മധ്യേ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ നിന്നുകൊണ്ട് 2 കള്ളന്മാരുടെ മധ്യേ 3 ആണിമേൽ നട്ടുച്ചവയിൽ അവൻ തൂങ്ങിക്കിടന്നുകൊണ്ട് നിലവിളിയോടുകൂടി അവന്റെ പ്രാണനെ അവൻ വിട്ടുകളയുമ്പോൾ